അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികപരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കാം. ഈ സിലബസിൽ കാണാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവും ഉണ്ട്. നമ്മൾ ഇതിനകത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവുമാണ് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പോവാം. ആദ്യത്തെ അതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക, കമ്പനി ബോർഡ് LGS, വെബ്കോ LDC എന്നിവയുടെ PDF നോട്ട്, ഈ ക്ലാസ്സിൻ്റെ എല്ലാം PDF നോട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് നോട്ടുകൾ വാങ്ങാം. അതിനുവേണ്ടി 9496682217 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. PDF നോട്ടും അതുപോലെ CA നോട്ട്സും എക്സാമും 70+ എക്സാമും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ പോയിന്റ്, 1757 വിപ്ലവത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട നിയമം 1848 യുദ്ധാവകാശ നിരോധന നിയമം, 1850 റിലീജിയൻസ് ഡിസബിലിറ്റീസ് നിയമം, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 ജനറൽ സർവീസ് എനലിസ്റ്റ്മെന്റ് നിയമം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 വിപ്ലവമാണ്. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് പൂർണ്ണമായി പതനത്തിന് കാരണമായ വിപ്ലവമാണ് 1857 വിപ്ലവം. വിപ്ലവത്തിന് തുടക്കം ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാർ അറിയപ്പെടുന്നതാണ് ശിപായികൾ. വിപ്ലവത്തിന്റെ തുടക്കം ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാർ അറിയപ്പെടുന്ന ശിപായികളാണ്. 1857 വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ചിരുന്നത് ശിപായി ലഹള എന്നാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ തീപ്പൊരി ഉണ്ടായത് എവിടെയെന്ന് വെച്ചാൽ ബാരക്പൂർ, അത് പശ്ചിമ ബംഗാളിലാണ്. 1857 വിപ്ലവത്തിന് മംഗൾ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവെപ്പ് നടന്ന സ്ഥലം ബാരക്പൂർ ആണ്, അത് പശ്ചിമ ബംഗാൾ. മീററ്റിലെ പട്ടാളത്താവളത്തിൽ ശിപായി കലാപ ആരംഭിച്ചത്, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് 1857 മെയ് 10. 1857 വിപ്ലവത്തിന് പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം ചോദിച്ചാൽ 6:1. ഓക്കെ, 6:1. ശിപായികൾ ഡൽഹിയിലെ ചെങ്കോട്ടയിലെത്തിയത് 1857 മെയ് 11. വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശമാണ് ഡൽഹി, 1857 മെയ് 12. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് ഉത്തർപ്രദേശാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ പഞ്ചാബ്, ബോംബെ, മദ്രാസ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് താഴെ പറയുന്നതിൽ 1857 വിപ്ലവം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏതാ, അല്ലെങ്കിൽ വ്യാപിച്ച പ്രദേശങ്ങൾ ഏത് എന്ന് ഓപ്ഷനിൽ തന്നിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇത് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞ ചോദ്യങ്ങളാണെന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത, കലാപകാരികളുടെ രഹസ്യമുദ്രയായിരുന്നു ചപ്പാത്തിയും ചുവന്ന താമരയും. മംഗൾ പാണ്ഡെ ഉൾപ്പെട്ടിരുന്ന സൈനിക വിഭാഗമാണ് 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ്, അതാണ് 34ാം തദ്ദേശീയ കാലാൽപ്പട, ബാരക്പൂർ. 1857 വിപ്ലവത്തിന്റെ ഭാഗമായി മംഗൾ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജെയിംസ് ഹ്യൂസൺ. 1857 മാർച്ച് 29-നാണ് ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയത് ജോൺ ഹേസിയാണ്. ജോൺ ഹേസിയുടെ ഉത്തരവ് ലംഘിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വ്യക്തിയാണ് ജമാദാർ ഈശ്വരി പ്രസാദ്. 1857 ഏപ്രിൽ 21-നാണ് ജമാദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റുന്നത്. നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലല്ലാത്ത ഒരു രാജ്യത്ത് താമസിച്ചിരുന്ന ഗവർണർ ജനറലിന്റെ പ്രതിനിധിയുടെ ഔദ്യോഗിക നാമമാണ് റെസിഡന്റ്. അടുത്ത പോയി നോക്കാം. ഓരോ സ്ഥലങ്ങളിൽ നേതൃത്വം കൊടുത്തത് ആരൊക്കെ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. ശ്രദ്ധിച്ച് പഠിച്ചോളുക, കാരണം ഇതിപ്പോ ചോദിക്കുന്ന ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കാൻപൂർ നാനാ സാഹിബ്, ഡൽഹിയിൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയില് റാണി ലക്ഷ്മിബായി, ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള, മീററ്റ് കേദം സിംഗ്, അലഹബാദ് ലിയാഖത്ത് അലി, മധുര ദേവി സിംഗ്, ഗോളിയോർ റാണി ലക്ഷ്മിബായിയും തോന്തിയ തുബിയും, കോട്ട ജയ് ദയാൽ, ഹരിയാന റാവു തുലാറാം, ആസാം മണിറാം ദത്ത, ബറോട്ട് ഫർഗാന ഷാമിൽ, ലക്നൗ ആഗ്ര ഔദ് അയോധ്യ ബീഗം ഹസ്രത്ത് മഹൽ, ബീഹാർ ജഗദീഷ്പൂർ ആര കൻവർ സിംഗ്, ബറേലി റോഹിൽഖണ്ഡ് ഖാൻ ബഹദൂർ ഖാൻ, മാൻഡസൂർ
ഫിറോസ് ഷാ. ഓർത്തിക്കുക, ഇത് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, ശ്രദ്ധിച്ചു പഠിക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്ന വ്യക്തി താന്തിയ തോപ്പിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറകൾ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര ഭട്രെ. താന്തിയ തോപ്പി നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയായിരുന്നു. ഝാൻസി റാണി ലക്ഷ്മിഭായിയെയും സഹായിച്ചത് താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് സർ കോളിൻ ക്യാമ്പൽ. താന്തിയ തോപ്പി വധിക്കപ്പെട്ട സ്ഥലം ശിവപുരിയാണ്, അത് മധ്യപ്രദേശാണെന്ന് ഓർത്തിക്കുക. താന്തിയ തോപ്പി വധിക്കപ്പെട്ടത് 1859 ഏപ്രിൽ 18. താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ശിവപുരിയാണെന്ന് ഓർത്തിക്കുക. അടുത്ത പോയിന്റ് നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന നാനാ സാഹിബാണ്. പേഷ്യ ബാജിറാവുവിന്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ധോണ്ടു പന്ത്. കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നാനാ സാഹിബ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നാനാ സാഹിബാണ്. 1857 കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാടുകടത്തിയ വ്യക്തിയാണ് നാനാ സാഹിബ്. ബഹദൂർ ഷാ രണ്ടാമൻ, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ അഥവാ ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വില്യം ഹോഡ്സൺ. ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്നാണ്? ഹുമയൂണിന്റെ ശവകുടീരം. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് റെങ്കൂണിലേക്കാണ്, ബർമ. ബഹദൂർ ഷാ രണ്ടാമൻ റെങ്കൂണിലേക്ക് വെച്ച് മരണപ്പെട്ട വർഷം 1862. റെങ്കൂണിന്റെ പുതിയ പേരാണ് യാങ്കൂൺ. ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയ വർഷം 1858 ഒക്ടോബർ. ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റങ്കൂണാണ്. ഝാൻസി റാണി, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് റാണി ലക്ഷ്മിഭായ്. റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ നാമം മണികർണിക അല്ലെങ്കിൽ മനുഭായ്. ഝാൻസിയിലെ രാജാവായിരുന്ന രാജ ഗംഗാധർ റാവുവിന്റെ രാജ്ഞിയാണ് റാണി ലക്ഷ്മിഭായ്. 1857 വിപ്ലവത്തിൽ ഝാൻസി റാണി ഉൾപ്പെടാൻ കാരണമായ സംഭവമാണ് ദത്തവകാശ നിരോധന നിയമം. ദത്തവകാശ നിരോധന നിയമപ്രകാരം ഝാൻസിയെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നു. അതാണ് ഝാൻസി റാണി പ്രധാനമായിട്ടും യുദ്ധത്തിന് ഇറങ്ങാനുള്ള കാരണം. 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിഭായാണ്. ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ഹ്യൂഗ്രോസ്. ഗോളിയറിൽ വെച്ചാണ് ഝാൻസി റാണിയെ വധിക്കുന്നത്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് ആണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ഝാൻസി റാണി വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. വിശ്വചരിത്ര അവലോകനം എന്ന കൃതിയിലാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഝാൻസി റാണിയുടെ കുതിരകളാണ് ബാദൽ, സാരംഗി, പവൻ. എന്നാൽ കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിരയാണ് ബാദൽ. ചബേലി എന്ന പേരിൽ അറിയുന്ന വിപ്ലവകാരി ചോദിച്ചാൽ ഝാൻസി റാണിയാണ്. ഝാൻസി റാണി വധിക്കപ്പെട്ട വർഷം 1858 ജൂൺ 18. INA വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. ഝാൻസി റാണി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗോളിയറാണ്. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് ആൻഡമാൻ. ഝാൻസി റാണി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ്. വർഷം 1848. ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് സത്താറ. 1848. ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഔദാണ്. 1856. ഔദ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഔദിലെ നവാബാണ് വാജിദ് അലി ഷാ. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിംഗ് പ്രഭുവാണ് 1859. ദത്തവകാശ നിരോധന നിയമം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റു നാട്ടുരാജ്യങ്ങളാണ് ജയ്പൂർ 1849, സാമ്പൽപൂർ 1850, ഉദയ്പൂർ 1852, നാഗ്പൂർ 1853, ഝാൻസി 1854. 1824 കിട്ടൂർ കർണാടക എന്ന നാട്ടുരാജ്യം പിടിച്ചെടുക്കാനായി ബ്രിട്ടീഷ് അനൗദ്യോഗികമായി ഉപയോഗിച്ച നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. അപ്പോൾ അവിടെ ഒരു സമരമുണ്ടായി. ഈ നിയമത്തിനെതിരെ നടന്ന കലാപമാണ് കിട്ടൂർ കലാപം. കിട്ടൂർ കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ചിന്നമ്മയും രായപ്പയുമാണ്. 1857 വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിംഗ് പ്രഭുവാണ്. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാമ്പ്. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സൺ. ഇന്ത്യൻ ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു അവധിനെ വിശേഷിപ്പിച്ചത് ഒരു ദിവസം നമ്മുടെ വായിൽ വിടാൻ പോകുന്ന ഒരു ചെറി എന്നാണ് അവധിനെ വിശേഷിപ്പിച്ചത്. ഏറ്റവും അവസാനം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് അവധ് എന്ന് പറയുന്നത്.
1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത് 1858 ജൂലൈ 1-നാണ്. 1857 വിപ്ലവത്തിന്റെ 150-ാം വാർഷികവും ഇന്ത്യ ആഘോഷിച്ചത് 2007. 1857 വിപ്ലവത്തിന്റെ ഈ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥാപിച്ച വർഷം 1863. മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയാണ്. മ്യൂട്ടിനി മെമ്മോറിയൽ അജിത്ഗഡ എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 1972. ഉത്തർപ്രദേശിലെ പ്രധാന കലാപ കേന്ദ്രങ്ങൾ മീററ്റ്, ലക്നൗ, ആഗ്ര, അലഹാബാദ്, മധുര, അലിഗഡ്. 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ഡൽഹി രാജാവെ അത് ഉപരോധിച്ച വ്യക്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ അഥവാ ബഹദൂർ ഷാ സഫർ. 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ലക്നൌവിലെ നവാബായി അവരോധിച്ച വ്യക്തിയാണ് ബിർജീസ് ഖാദർ. ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന 1857 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1857. 1858 വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായി ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാർമേഴ്സൺ പ്രഭു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഭരണമാറ്റത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന പ്രഖ്യാപിക്കുന്ന ആക്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഓരോ സ്ഥലങ്ങളിലും കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡൽഹിയിൽ നിക്കോൾസണും ഹഡ്സണും കൂടിയാണ് അടിച്ചമർത്തിയത്. കാൺപൂരിൽ കാമ്പലും ഹാവ്ലോക്കും, ഝാൻസിയിൽ ഹുഗ്രോസ്, ആനയില വില്യം ടൈലറും വിൻസെന്റിനെയും, ലക്നൌവിലെ ക്യാമ്പലാണ്, ബറേലിയിൽ ക്യാമ്പലാണ്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ആദ്യ വനിതാ രക്തസാക്ഷി, ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതി ലത വാഡേക്കർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി അഷ്റഫുള്ള ഖാൻ. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നാനാ സരിമം. എന്നാൽ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന സമുദ്രഗുപ്തൻ, പേർഷ്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നാദിർഷയാണ്. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ജോൺ നിക്കോൾസ് ആണ്. ഓർത്തുവയ്ക്കുക. അടുത്തത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി മാത്സ്യപ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെ. ഇപ്പോൾ ഓർത്തുവയ്ക്കുക, മാത്സ്യപ്രവാസ് എന്ന് പറയുന്നത് മറാത്ത ഗ്രന്ഥമാണെന്ന് ഓർത്തുവയ്ക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി അമൃതം തേടി എന്ന കൃതി രചിച്ചത് മലയാറ്റൂരാണ്. ബ്രിട്ടീഷ് സൈനിക ജനറൽമാരെ നായകരാക്കി 1859 തോമസ് ജോൺ ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. ബാർക്കറുടെ ഈ ചിത്രത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സേനയുടെ കമാൻഡറായിരുന്ന കോളിൻ ക്യാമ്പലിന്റെയും രംഗപ്രവേശ നിമിഷത്തെയാണ് ആഘോഷിക്കുന്നത്. ഈ ചിത്രത്തിൽ ഉൾപ്പെട്ട മറ്റു ബ്രിട്ടീഷ് സൈനികരാണ് ജെയിംസ് ഓട്ട്രാമും ഹെൻറി ഹാവ്ലോക്കും. കലാപത്തിന് ശേഷം 1859 ജോസഫ് നോയൽ പാറ്റൺ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയൽ. എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇൻ മെമ്മോറിയൽ താഴെ പറയുന്ന ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിരുന്നു. ഏതാണ്? 1857 വിപ്ലവമാണ്. ഇനി ഇൻ മെമ്മോറിയൽ എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ എന്നുകൂടി ഓർത്തിക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന സിനിമയുടെ സംവിധായകൻ കേതൻ മെഹ്തയാണ്. മംഗൾ പാണ്ഡെ ദി റൈസിംഗ് സിനിമയിൽ മംഗൾ പാണ്ഡെയായി അഭിനയിച്ചത് അമീർ ഖാനാണ്. ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമയാണ് മണികർണിക ദി ക്യൂൻ ഓഫ് ഝാൻസി. സംവിധാനം രാധാകൃഷ്ണ ജഗർലമുടി, അതുപോലെ കങ്കണ റണൌത്ത്. മണികർണിക എന്ന ചിത്രത്തിൽ ഝാൻസി റാണിയെ അഭിനയിച്ചത് കങ്കണി റണൌത്താണ്. 1857 വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ നാനാ സാഹിബിന്റെ ജീവിതത്തെ ആസ്പദമാക്കി മനോഹർ മൽഗോൺകർ രചിച്ച പുസ്തകമാണ് ദി ഡെവിൾസ് വിൻഡ്, ചെകുത്താന്റെ കാറ്റ്. ഇന്ത്യൻ വിപ്ലവകാരികളുടെ റെഫറൻസ് ഗ്രന്ഥം എന്നറിയപ്പെടുന്ന കൃതിയാണ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. എഴുതിയത് VD സവർക്കർ. 1887 ന്യൂയോർക്ക് ട്രൈബ്യൂണൽ എന്ന പ്രസിദ്ധീകരണത്തിൽ കാറൽ മാർക്സ് ആണ് 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കരുതാമെന്ന് ആദ്യമായി പറഞ്ഞത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യം ചെയ്ത വ്യക്തി കാറൽ മാർക്സ്. 1857 വിപ്ലവത്തെ ദേശീയ കലാപം എന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ബെഞ്ചമിൻ ഡിസറേലി. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന അസിമുല്ല ഖാനും 1857 വിപ്ലവത്തിന്റെ അംബാസഡർ എന്നറിയപ്പെടുന്ന അസിമുല്ല ഖാനാണ്. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവൈദികൻ കൻവർ സിംഗ് ആണെന്ന് ഓർത്തിക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുള്ള 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ചിത്രകാരനാണ്.
ഇൻ മെമ്മോറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സർ ജോസഫ് നോയൽ പാർട്ടനാണ്. റിലീഫ് ഫോർ ലക്നൗ, തോമസ് ജോൺ ബാർക്കർ. പനോരമ എന്ന ചിത്രം റോബർട്ട് ബുഫോർഡ്. എക്സിക്യൂഷൻ ഓഫ് ഇന്ത്യൻ റിബൽസ് എന്ന ചിത്രം വരച്ചതോ വാസ്ലി ബെറൻചി. 1887 വിപ്ലവവുമായി ബന്ധപ്പെട്ട സിനിമയാണ് 1887 എന്ന സിനിമ സംവിധാനിച്ചത് മോഹൻ സിംഗ്. മംഗൾ പാണ്ഡെ ദ റേസിംഗ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കേതൻ മെഹ്ത. മണികർണിക ദി ക്യൂൻ ഓഫ് ഝാൻസി എന്ന സിനിമ സംവിധാനം ചെയ്തത് കൃഷ് ജഗർലമുടി. ജൂനൂൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ശ്യാം പെനഗൽ. ദി ബെഗർ ഓഫ് കാൻപൂർ എന്ന സിനിമ സംവിധാനം ചെയ്തത് സി സിക്കാർഡ്. ഓക്കെ, അടുത്ത ശ്രദ്ധിക്കാം. 1887 വിപ്ലവവുമായി ബന്ധപ്പെട്ട കൃതികളും എഴുത്തുകാരുമാണ്. ഝാൻസി റാണി എന്ന കൃതി മഹാശ്വേത ദേവിയാണ് എഴുതിയത്. അമൃതം തേടി മലയാറ്റൂരിന്റെയാണ്. എ ഫ്ലൈറ്റ് ഓഫ് പീജിയൻസ് റസ്കിൻ ബോണ്ടിന്റെ കൃതിയാണ്. മാസ പ്രവാസ് വിഷ്ണുഭട്ട് ഗോഡ്സെ. ദി ലാസ്റ്റ് മുഗൾസ് വില്യം ഡാറംബിളിന്റെ കൃതിയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട 1887 വിപ്ലവവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇടുന്ന നോട്ടിൽ ഉൾപ്പെടുത്താവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.